ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 11. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്വിച്ഛൃതം നാതിനീചം ചൈലാജിനകുശോത്തരം. ശ്ലോകം 12. തത്രൈകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുജ്ഞാ ദ്യോഗമാത്മവിശുദ്ധയേ. വിവർത്തനം. യോഗ പരിശീലനത്തിന് ഉദ്ദേശിക്കുന്നവർ ഒരു വിജന സ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച് അതിനുമീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം. ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആവരുത്. പരിസരം വിശുദ്ധമായിരിക്കണം. യോഗി ഈ ആസനത്തിൽ ഉറച്ചിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്ര ചിത്തനായി ആത്മശുദ്ധീകരണത്തിനു വേണ്ടി യോഗമനുഷ്ഠിക്കണം. ഭാവാർത്ഥം. വിശുദ്ധ പരിസരം എന്നത് തീർത്ഥാടന കേന്ദ്രങ്ങളെ സൂചിപ്പിക്കുന്നു. ഭാരതത്തിൽ യോഗികളും അതീന്ദ്രിയജ്ഞാനികളും ഭക്തന്മാരുമെല്ലാം വീടുവിട്ട് പ്രയാഗ, മധുര, വൃന്ദാവനം, ഹൃഷികേശം, ഹരിദ്വാരം മുതലായ പുണ്യസ്ഥലങ്ങളിൽ പോയി താമസിക്കുകയും ഗംഗയെയും യമുനയെയും പോലുള്ള നദികളുടെ തീരത്ത് ഏകാന്ത സ്ഥലത്തിരുന്ന് യോഗാഭ്യാസം ചെയ്യുകയും പതിവുണ്ട്. പലപ്പോഴും ഇത് സാധിച്ചു എന്ന് വരില്ല, വിശേഷിച്ച് പാശ്ചാത്യർക്ക്. വൻ നഗരങ്ങളിൽ രൂപം കൊള്ളുന്ന യോഗ സംഘടനകൾ ഭൗതികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചേക്കാമെങ്കിലും ശരിയായ യോഗ പരിശീലനത്തിന് ഉതകുന്നില്ല. ആത്മനിയന്ത്രണമോ മനസ്സുസ്ഥതയോ ഇല്ലാത്തവർക്ക് ധ്യാനം ശീലിക്കാനാവില്ല. അതുകൊണ്ടാണ് കലിയുഗത്തിലെ മനുഷ്യർ പൊതുവെ അല്പായുസുക്കളും ആത്മീയബോധം കുറഞ്ഞവരും വിവിധ ക്ലേശങ്ങളാൽ അസ്വസ്ഥരുമായി കാണപ്പെടുന്നതെന്ന് ബൃഹന്നാരദീയ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മാവബോധത്തിനുള്ള അത്യുത്തമ ഉപായം ഭഗവത് നാമോച്ചാരണമാണെന്ന വസ്തുതയും അതിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥ. കലഹത്തിൻ്റെയും കാപട്യത്തിൻ്റെയുമായ ഇക്കാലത്ത് ഹരിയുടെ തിരുനാമോച്ചാരണം മാത്രമാണ് മോക്ഷത്തിനുള്ള ഒരേയൊരു മാർഗം. മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയില്ല, മറ്റൊരു വഴിയില്ല തന്നെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.